ഒക്കെ ചൊല്ലാറുണ്ടോ? കഥകൾ നമ്മൾ പറഞ്ഞു കൊടുത്തത് എന്തെങ്കിലുമൊക്കെ അവർ തിരിച്ച് പറയും. അതിലൊക്കെ ഇഷ്ടം അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ മൊബൈലിലാണെങ്കിൽ തന്നെ ഒരു പാട്ട് വെച്ച് കൊടുത്താൽ ഡീസൻ്റ് ആയിട്ട് ഡാൻസ് കളിക്കും. തമിഴാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം. തമിഴാണ് അവർക്ക് ഇഷ്ടം. മലയാളം പാട്ട് എന്താ പിന്നെ പോക്കരിയിലെ പാട്ടൊക്കെ വെച്ച് കൊടുത്താൽ കളിക്കുന്ന ഡാൻസ് അതൊക്കെ അതായിട്ട് ഞാനൊക്കെ അങ്ങനെയായിരുന്നു. ഇവിടെ ഇവരെ പിടിച്ചെടുത്തത് അങ്ങനെ തന്നെയായിരുന്നു. ഈ മൊബൈലിൽ പാട്ട് വെച്ച് കൊടുക്കും. ഇപ്പൊ എന്റെ സിനിമയിലെ പാട്ട് കംപ്ലീറ്റ് ചെയ്ത് കാരണം ഇപ്പൊ ഒരു രക്ഷയില്ല. അല്ലെങ്കിൽ ഇപ്പൊ ആ പാട്ട് വെച്ച് കൊടുത്താൽ അതുമായിട്ട് ഡാൻസ് ചെയ്തു. മാമിന്റെ പേരെങ്ങനെ? എന്റെ പേര് മേഴ്സി. എത്ര വർഷമായിട്ട് ഇവിടെ ഉണ്ട്? ഇവിടെ 30 വർഷം. നമ്മള് ഏത് ഈ സ്കൂളിന്റെ പേരെങ്ങനെയാ? സെന്റ് ജോർജസ് LPS അട്ടപ്പാടി. മുതുക കുറുമ്പ കുട്ടികാരല്ല ഇവിടെ കുട്ടികളുണ്ട്. 3 വിഭാഗമാണ് ആദിവാസികളുടെ ഇടയില്. അതില് ഇരുള, മുതുക, കുറുമ്പ. ഇരുളരാണ് കൂടുതൽ. ഇരുളരാണ് കൂടുതൽ. ഇവിടെ എങ്ങനെയാ അവരുടെ ശതമാനം? ഇവിടെ 60% ഈ ട്രൈബ്സ് ആണ്. അവരുടെ ഒരു ഇൻവോൾവ്മെന്റ് എങ്ങനെയാ? നമ്മുടെ ക്ലാസ്സിലൊക്കെ വരാൻ താല്പര്യമുള്ള കുട്ടികളാണ്. ഇപ്പോഴത്തെ നിലവാരത്തിൽ നോക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് താല്പര്യമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഗവൺമെന്റിന്റെ വിസിറ്റ് ഇഷ്ടം പോലെ ഉണ്ട്. 10 മാസം അവർക്ക് മന്ത്ലി സ്റ്റൈഫൻഡ് കിട്ടും. പിന്നെ താമസിക്കുന്നതിന്റെ ഉണ്ട് സ്കൂൾ തുറന്ന വഴിക്ക്. അതുപോലെ കുട്ടിയെ മുടങ്ങാതെ വിടുന്നതിന് രക്ഷിതാവിന് ആനുകൂല്യമുണ്ട്. അപ്പൊ ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പൊ രക്ഷിതാക്കളും പഴയതിൽ നിന്ന് ഇപ്പൊ വ്യത്യസ്തമായിട്ട് വളരെ ഇൻട്രസ്റ്റ് എടുത്ത് കുട്ടികളെ പഠിപ്പിക്കുന്നു. അങ്ങനെയല്ല, പല മേഖലകളിലും ട്രൈബ്സ് പഠിച്ച് ഉയർന്ന ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പൊ അവരുടെ ഊരുകളിൽ നിന്ന് തന്നെ അങ്ങനെ പഠിച്ചു വന്നിട്ടുള്ള ആളുകളെ കാണുമ്പോൾ എന്റെ കുട്ടി ഇതുപോലെ ആകണം, ഞങ്ങളും രക്ഷപ്പെടണം, ഊരിന്റെ ചട്ടക്കൂട്ടികളൊക്കെ പുറത്ത് കിടന്ന് മറ്റുള്ളവരെ പോലെ ജീവിച്ച് മുന്നേറണം എന്നുള്ളൊരു ചിന്തയുണ്ട്. അപ്പൊ അതുകൊണ്ട് അവര് മക്കളെ വിടാനായിട്ട് ഇപ്പൊ ഇൻട്രസ്റ്റ് കാണിക്കണം. ഇവർക്ക് എന്തൊക്കെയാ പൊതുവെ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും സ്കൂളിലേക്ക് വരുന്നത്? ലാംഗ്വേജിന്റെ പ്രശ്നമാണ്. പഠനകാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ലാംഗ്വേജ് ഒന്നും കൂടെ വിശദമാക്കാം. ലാംഗ്വേജിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ അവരുടെ ഭാഷ ആദിവാസി ഭാഷ. അവർക്കൊരു പ്രത്യേക തമിഴ് ഉൾപ്പെട്ട ഒരു ഭാഷയാണ്. പക്ഷെ നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്ന നമ്മുടെ മലയാളം അറിയുന്ന ടീച്ചേഴ്സ് അല്ലേ, ആ ഭാഷയിൽ ടീച്ചേഴ്സ് എന്ന് പറയേണ്ട ആരുമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ അവർക്ക് കമ്മ്യൂണിക്കേഷന് ഇത്തിരി ബുദ്ധിമുട്ടാണ് ക്ലാസ് മുറിക്കാതെ. അതേസമയം മാത്സ് നന്നായിട്ട് അറിയുന്ന കുട്ടികളാണ്. പിന്നെ ഹാൻഡ് റൈറ്റിംഗിൽ ഇവര് നല്ല ടോപ്പാണ്. ഒരു 90% നല്ല ഹാൻഡ് റൈറ്റിംഗ് കഴിയും. നമ്മളുടെ ഹാൻഡ് റൈറ്റിംഗ് മോശമാണ്. ടീച്ചേഴ്സിനേക്കാളും നന്നായിട്ട് എഴുതുന്ന കുട്ടികളുണ്ട്. അതായത് അവർക്ക് ജന്മസിദ്ധമായിട്ട് പറയുകയാണെങ്കിലേ ശരിക്കും വരയോടൊക്കെ നല്ല ആഭിമുഖ്യമുണ്ട്. ഈ വരയോട് ആഭിമുഖ്യം ഉണ്ടെങ്കിൽ പൊതുവെ നന്നായി വരും. പിന്നെ അവരുടെ കലകൾ അവതരിപ്പിക്കാനൊക്കെ ഇൻട്രസ്റ്റ്. ആ ഗ്രൂപ്പ് എപ്പോഴും ഒരുമിച്ച് നടക്കും. ഇവരുടെ ഒരു ഗ്രൂപ്പ് കാരണം ലാംഗ്വേജ് തന്നെയായിരിക്കും. പിന്നെ അവർ ഈ ഊരുകളിലല്ലേ താമസിക്കുന്നത്. അപ്പൊ ഊരുകളിൽ നിന്ന് അതായത് നമ്മളെ പോലുള്ളവരുടെ ഇടയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇതാണ് അവര്. ഊരെന്ന് പറയുമ്പോൾ അവര് ആദിവാസികൾ മാത്രം താമസിക്കുന്ന സ്ഥലമാണ്. അപ്പൊ അതിൽ നിന്ന് നമ്മുടെ ഇതിലേക്ക് ഇറങ്ങി വരുമ്പോ അവര് കാണാത്ത കുട്ടികള്, അവര് കേൾക്കാത്ത ഭാഷ, അറിയാത്ത അധ്യാപകർ. അപ്പൊ അങ്ങനെയുള്ള ഒരു സമൂഹമായിട്ട് മിങ്കിൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് അവര് അവരുടെ വിഭാഗത്തിൽപ്പെട്ടവരുമായിട്ട് കൂട്ടുകൂടി അങ്ങനെ നടക്കുന്നത്. അവരുടെ ഭാഷയിൽ തന്നെയാണ് ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നില്ല, ഇവരുടെ ഭാഷയിൽ തന്നെയാണ്. ഇവരുടെ കളികളൊക്കെ എങ്ങനെയായിരിക്കും? അവരുടെ കലകളൊക്കെ ഇവിടെ ഞങ്ങൾ സ്കൂളിൽ ഓരോ പരിപാടിക്ക് അവതരിപ്പിക്കാറുണ്ട്. ഞാൻ ബാലസഭ അങ്ങനെ നടത്തുമ്പോ അതിൽ അവരുടെ ആദിവാസി കളികള്, അവരുടെ പാട്ടുകള് ഒക്കെ. പിന്നെ അവർക്ക് ഉച്ചാരണ ഇതുണ്ട്. അതായത് മലയാളം ശരിക്കും സ്ഫുടതയോടുകൂടി പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം അവരുടെ ഭാഷ ഇതിനോടുകൂടി കലർന്നു വരികയാണ്. നന്നായി പാട്ട് പാടുന്ന കുട്ടി ഉണ്ടായിരുന്നു ചിക്കൻ ബോക്സ് ആയിട്ട് പോയിരിക്കും. പക്ഷെ ആ കുട്ടി എന്ന് വെച്ചാൽ എഴുതാനൊക്കെ പാടുന്നുണ്ട്. നല്ല രസമാണ്. അപ്പൊ ഉച്ചാരണത്തിൽ ആ ഒരു വൈകല്യമുണ്ട്. സ്ഫുടത വരും. ഇവര് ഇന്റർവെല്ലിന് വിടുകയാണെങ്കിൽ ഇന്റർവെല്ലിന് ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോൾ ഏത് തരം കളികൾ കളിക്കാനായിരിക്കും ഇവർക്ക് താല്പര്യം? അതെല്ലാ കുട്ടികളും കളിക്കണം. സാധാരണ ഫുട്ബോൾ, ക്രിക്കറ്റ് അതുപോലത്തെ കളികളൊക്കെ തന്നെയായിരിക്കും ഇവരുടെ ഊരിലുള്ള കളികൾ. അത് ഇവിടെ വന്ന് അങ്ങനെ ആവശ്യപ്പെട്ടാൽ മാത്രം അങ്ങനെ ഈ ഇൻസ്ട്രുമെന്റ്സ് വായിക്കാനുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? ഇൻസ്ട്രുമെന്റ്സ് വായിക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഇല്ലായിരിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവര് അവരുടെ ഊരുകളിലൊക്കെ സന്ധ്യാസമയങ്ങളിൽ കളിക്കും. ആദിവാസികൾക്ക് പ്രത്യേക നൃത്തങ്ങളുണ്ട്, അതുപോലെ പാട്ടുണ്ട്.
താല്പര്യം. ആ കളികളോടും പുറത്തുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. പഠിപ്പിച്ചു പിന്നെ കൊടുക്കണം. ഇപ്പൊ ഇവിടെ ടിവിയും എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ. അപ്പൊ അതിൽ കണ്ടിട്ട് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവരതുപോലെ കളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ അവർക്ക് ഒരു വ്യത്യാസം ഞങ്ങൾക്ക് തോന്നിയില്ല എന്ന് വെച്ചാൽ അവർക്ക് ആദ്യം ഒരു വീട്ടിൽ നിന്ന് നമ്മൾ ആ പറിച്ച് നട്ട ആ സമയത്തുള്ളൊരു ഇങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കളികളോടും മറ്റ് അതായത് പഠനം മാറ്റി നിർത്തിയിട്ട് ബാക്കി എന്തെല്ലാം ആക്ടിവിറ്റീസ് നമ്മൾ കൊടുക്കണോ അതിലൊക്കെ മുന്നേറാൻ തയ്യാറപ്പൊ ഇവിടെ കഴിഞ്ഞ ആഴ്ച സ്പോർട്സ് ആയിരുന്നു. അപ്പൊ അതിലൊക്കെ നല്ല അവർക്ക് ആടിന്റെ മക്കളല്ലേ, അവരുടെ സ്റ്റാമിന നമ്മുടെ അല്ല, കായികക്ഷമത കൂടുതലുണ്ടല്ലോ. മരം കയറി അങ്ങനെ ഒരു കാടിന്റെ പിന്നെ ഇവിടെ നിന്ന് വിട്ട് കഴിഞ്ഞപ്പോ ഇവിടെയൊക്കെ നമ്മുടെ ഭക്ഷണമാണല്ലോ. പക്ഷെ ഊരിൽ ചെന്നാലും കുറെ വിഭാഗം ആ പഴയ ഭക്ഷണ രീതികൾ തന്നെയാണ്. കോറ, ചാമ, ചോളം, തേൻ. എന്റെ ക്ലാസ്സിലൊരു സെന്റി എന്ന് പറഞ്ഞ കുട്ടിയുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, ടീച്ചറെ ഞങ്ങൾക്കൊരു കേൻ നിറച്ച് തേൻ കിട്ടി. അതൊക്കെ എന്ത് ചെയ്തെന്ന് വെച്ചപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കുടിക്കും, ശരീരം വലിയ ഉറപ്പ് വരാനാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് അവർക്ക് ജനറൽ നോളജ് ഉണ്ട്. കാട്ടിന്റെ വിഭവങ്ങൾ ഉപയോഗിച്ചാൽ ശരീരത്തിന് അതൊക്കെ എങ്ങനെ ഗുണം ചെയ്യും, അങ്ങനെയുള്ള അറിവുകൾ. ഒരു ഇവരുടെ ഒരു പൊതുവെ ഒരു ഇമോഷണൽ ക്വാളിറ്റി എങ്ങനെയാ? ഒരു എപ്പോഴും ലവിങ് നേച്ചർ തന്നെയാണ്. നേച്ചർ ലവിങ് ആണ്. പക്ഷെ വെച്ചാല് അധികം സംസാരിക്കാൻ അത് ഈ ലാംഗ്വേജിന്റെ പ്രശ്നമാണ്. സംസാരിക്കാനായിട്ട് അങ്ങനെ മുന്നോട്ട് വരാനായിട്ട് മടി കാണിക്കാറുണ്ട്. നമ്മൾ പ്രോത്സാഹിപ്പിക്കണ പോലെ ഒരു കോമ്പറ്റീഷൻ എന്നൊരു അവസ്ഥ എങ്ങനെ വരും? കോമ്പറ്റീഷൻ കുറവാണല്ലേ? ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത് അത് അപ്പൊ ഷൈയാണ് ആൾക്കാര്, പറയാൻ ഷൈയാണ്. അതേസമയം നമ്മൾ ഗ്രൂപ്പിന്റെ ലീഡറാക്കി ഗ്രൂപ്പ് ആക്ടിവിറ്റി അപ്പൊ ഒരു 10 അല്ലെങ്കിൽ 8 കുട്ടികളുള്ള ഒരു ഗ്രൂപ്പില് അങ്ങനെയൊക്കെ അവർക്ക് ഇഷ്ടം. അപ്പോൾ ക്ലാസ്സിന്റെ ലീഡറാക്കി നിർത്താനായിട്ട് അവർക്ക് അത്ര നമ്മൾക്കുള്ളവരുണ്ട് താനും. ഇപ്പൊ ഒരു 4 കൊല്ലൊക്കെ വന്നു കഴിഞ്ഞാൽ 4ാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ ഞാൻ ലീഡർ ആവാം സ്വയം പറയുന്നവരുണ്ട്. ഭക്ഷണം ഇവിടുത്തെ ഭക്ഷണങ്ങളൊക്കെ എങ്ങനെയാണ്? ഇവിടെ ഉച്ചക്ക് ചോറാണ്. താല്പര്യം ഇവർക്ക് താല്പര്യമാണല്ലോ. ആണല്ലേ? പിന്നെ അതുപോലെ ആഴ്ചയിൽ 2 ദിവസം പാലുണ്ട്, 1 ദിവസം മുട്ടയുണ്ട്. ഗവൺമെന്റിന്റെ നല്ല ഫുഡല്ലേ ഇപ്പോൾ. ഏത് സബ്ജക്റ്റിനോടായിരിക്കും ഇവർക്ക് കൂടുതൽ താല്പര്യം? കണക്കിനോടാണ് താല്പര്യമല്ലേ? പിന്നെ നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ എങ്ങനെ ഇതിന്റെ ഗുണകരമാകുന്നുണ്ട്? സാമൂഹ്യ ഇതിൽ തന്നെ നല്ല മാറ്റം വന്നില്ല എഡ്യൂക്കേഷൻ എന്നുള്ളത്. കുട്ടികളുടെ മാറ്റം നിർത്തിയിട്ട് നമ്മൾ ശരിക്കും വിഭാഗത്തിന് നമ്മൾ എടുക്കുകയാണെങ്കിൽ അവരുടെ വസ്ത്രധാരണം, പണ്ട് വസ്ത്രധാരണം എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ ഒരു കെട്ടും കെട്ടിയിട്ട്, പക്ഷെ ഇപ്പൊ നമ്മളെ പോലെ സാരി കൊടുക്കാനും അവനും ആൺകുട്ടികളായാലും ഡ്രസ്സൊക്കെ ഷർട്ടൊക്കെ ഉപയോഗിക്കാനൊക്കെ തുടങ്ങി. ആ പഴയ ഗോത്ര സമ്പ്രദായങ്ങളിൽ നിന്ന് മാറി ഒരു പുതിയ സംസ്കാരത്തിലേക്ക് കടക്കാനുള്ള നല്ല പോലെയുണ്ട്. എഡ്യൂക്കേഷൻ കിട്ടിയതിന്റെ നല്ല വ്യത്യാസം എന്താ ഇത്രയും വർഷമായിട്ട് ഈ വർഷത്തിന് ഏതൊരു നല്ലൊരു എക്സ്പീരിയൻസ്, ഒരു അനുഭവം അങ്ങനെ എന്തെങ്കിലും ഓർക്കാൻ എന്തെങ്കിലും ഉണ്ടോ? പഠിപ്പിച്ച കുട്ടികളെ കുറെ പേര് നല്ല നിലയിലെത്തിയിട്ടുണ്ട് അധ്യാപകരായിട്ട്. അത് ഞാൻ ഇന്ന് തന്നെ വരുമ്പോ ഞാൻ പഠിപ്പിച്ച കുട്ടി, അതിന്റെ വൈഫ് ാണ് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പോലെ അപ്പൊ അങ്ങനെയൊക്കെ കാണുമ്പോ അവര് മറ്റൊരു കൾച്ചർ സ്വീകരിക്കാനുള്ള ഓപ്പൺനെസ് ആണ് നമുക്ക് മനസ്സിലാവുന്നത് അല്ലേ? അല്ലെങ്കിൽ അവര് ആ പണ്ടൊക്കെ ആദിവാസിനെ കല്യാണം കഴിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ അതേസമയം നമ്മുടെ ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യാനും ആ കൾച്ചറുകൾ പുതിയ നേടാനുമുള്ള ഒരു വെല്ലുവിളിയുണ്ട് അവരുടെ ജീവിതത്തിൽ. അപ്പൊ അതിനുവേണ്ടി റെഡിയാണ്. കുറെ അധ്യാപകരുണ്ട്. പ്ലസ് 10 ഒക്കെ ചെല്ലുമ്പോ കാണാം. പിന്നെ വേറെ ഡോക്ടർ ഉണ്ട്. ഞങ്ങൾ പഠിപ്പിച്ച കുട്ടികളെ കുറെ പുറത്തുണ്ട്. ഇവരുടെ ഇടയ്ക്ക് തന്നെ അധ്യാപകരാകുമ്പോൾ നമ്മുടെ ഒരു പുറത്തുനിന്നുള്ളൊരു ഒരു സാധാരണ ഒരു മലയാളി, നാട്ടിൻ പുറത്ത് ഉള്ള ഒരു മലയാളി അധ്യാപകരോടായിരിക്കും, അല്ലെ ഇവരുടെ വീട്ടിൽ നിന്ന് തന്നെയുള്ള ഒരു അധ്യാപകരോടായിരിക്കും ഇവർക്ക് അടുപ്പൊക്കെ? അവരുടെ ഇടയിലുള്ള കാര്യം ലാംഗ്വേജ് തന്നെയാണ്. വേറെ എന്തെങ്കിലും കാരണം? അധ്യാപകനായാലും അവര് തമ്മിൽ ചേരുന്നിടത്ത്, അതായത് അവര് സന്ധിക്കുന്നിടത്ത് അവരവരുടെ ഭാഷ ഉപയോഗിക്കുന്നത് അധ്യാപകനായിട്ട് പോലും. അപ്പോ അവരുടെ കണ്ടു കഴിഞ്ഞ ഉടനെ അവരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ ശ്രമിക്കും. വേറെന്തെങ്കിലും ജനറലായിട്ട് ജനറലായിട്ടെന്ന് പറയുന്നത്
ലഹരി പദാർത്ഥങ്ങളുടെ ഒരു എന്താ ലഹരിയെ കുറിച്ചുള്ള ഇവരുടെ ഒരു അവബോധം എന്താ? ലഹരിയെ കുറിച്ച് വെച്ചാല് പണ്ട് കാലത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു പണിയെടുക്കാൻ മടിയന്മാർ. പണിയെടുക്കാൻ മടിയന്മാരെന്ന് വെച്ചാൽ ഒരു കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ട് കുറച്ച് ചാമയിട്ട് കോറയിട്ട് ചോളട്ട് അത് തന്നെയാണ് അവരുടെ വിഭവം ആഹാരം. അപ്പൊ അത് കഴിക്കുമ്പോൾ അവരിങ്ങനെ കൂടിക്കൂടിയിരിക്കുന്നത് ഷെയർ മരിച്ചിട്ടില്ല. അപ്പൊ അത് ഇന്നുള്ളതല്ല, ഞാൻ വരുന്ന കാലം തൊട്ടേ അവര് ഇതുപോലെ അടിമകളാണ്. അവരുടെ തോട്ടത്തിൽ തന്നെ അവർ കൃഷി ചെയ്തു അവരത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിൽ നിന്ന് പിൻവാങ്ങാന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് അത്രയ്ക്ക് എളുപ്പമില്ല. പിന്നെ ഇപ്പൊ ഈ MGMCകള് അതുപോലെ തന്നെ അംഗൻവാടികളൊക്കെ ഊരുകളോട് ചേർന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യം എന്താണെന്ന് വെച്ചാല് അവരുടെ നല്ല ബോധവൽക്കരണം നടത്തുന്നു. രക്ഷിതാക്കൾക്കും പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്കും ഒക്കെ ബോധവൽക്കരണം നൽകുന്നു. അപ്പൊ അങ്ങനെ ബോധവൽക്കരണം നടക്കുന്നുണ്ട്, കുറേ മാറ്റമുണ്ട്. ഒരു ഇവരുടെ ഊരിലെ ചാരായം അങ്ങനെ അത് കുട്ടികൾക്കുണ്ടാകുന്ന ഒരു ഇമ്പാക്ട് എന്താ? മാതാപിതാക്കൾ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അതിന്റെ കുട്ടികൾക്ക് എന്തൊക്കെയാണ് അതിന്റെ പ്രശ്നങ്ങൾ? കുട്ടികൾക്കൊന്നും തമാശയായിട്ട് പറയുകയാണെങ്കിൽ ഒരിക്കൽ ഇവിടെ ഒരു സാറ് വിസിറ്റ് പോയി. അപ്പൊ അതൊരു തമാശയുണ്ട്. അപ്പൊ ഫ്രണ്ട്സ് പാൻപരാഗൊക്കെ സ്കൂൾ ഗ്രൗണ്ടിൽ അതിന്റെ കടലാസുകളൊക്കെ കണ്ടിട്ടു. അങ്ങനെ പിന്നെ ഒരുപാട് ഹെൽത്ത് ആൾക്കാർ ഹെൽത്തിലെ ആൾക്കാർ വരുമ്പോൾ ഒരു കോമ്പൗണ്ടിൽ എന്നിട്ട് കടലാസ് കണ്ട് അവർ അത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ക്ലാസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ദോഷവശങ്ങൾ നമുക്ക് ശരീരത്തിന് എന്തൊക്കെ ദോഷം ഉണ്ടാവും, ഒരു തലമുറകൾക്ക് ആ രീതിയിൽ ജീവിച്ചിട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വിവരിച്ച് തരുമ്പോൾ പിന്നെ അത് കണ്ടിട്ടുണ്ട്. പറഞ്ഞു കൊടുക്കാത്തതിന്റെ കുഴപ്പമായി. പറഞ്ഞങ്ങനെ ഊരുകൾ കേന്ദ്രീകരിച്ച് ധാരാളം ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. ഗവൺമെന്റ് തലത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. അതിന്റെ മാറ്റങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ശരിക്കും ഇവിടെയൊക്കെ ഈ പാക്കറ്റ് ചാരായത്തിന്റെ ഉപയോഗം കൂടുതലായി കള്ളുഷാപ്പുകൾ നിർത്തലാക്കി. അപ്പോൾ സ്വയം നിർമ്മിച്ച് സ്വയം കുടിച്ച് അതിൽ ആനന്ദം കൊള്ളുന്നുള്ള അവസ്ഥയാണ്. അത് ചെറുപ്പക്കാരനല്ല, അധികം കുടിച്ച് ശീലിച്ചിട്ടുള്ള ആ ഒരു വിഭാഗമുണ്ട്. അതിൽ തന്നെയാണ് അധികം കാണുന്നത്. പുറത്ത് പോയി പഠിച്ച് ഇപ്പൊ നമ്മൾ സ്കൂളിൽ വരുന്ന കുട്ടിക്ക് തിരിച്ച് ഒരു ചെല്ലുന്ന ഇപ്പം ഒരു ഇവിടെ വന്നു 2 മാസം അവധിയായി, അത് കഴിഞ്ഞ് പിന്നെ സ്കൂളിലേക്ക് വരുമ്പോ എങ്ങനെയായിരിക്കും? സന്തോഷമാണ്, സ്കൂളിലേക്ക് വരാൻ സന്തോഷമാണ് ആണല്ലേ? കാരണം വെച്ചാൽ മടിയൊന്നുമില്ല, നമ്മൾ പോയി വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. കമ്പനിയുടെ കാര്യമില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും രീതിയിൽ പോയി കഴിഞ്ഞാൽ കൊണ്ടുവന്ന് വിടാനായിട്ട് താമസമുണ്ടാവും. അതിന്റെ ഒരു കാര്യം ഫിനാൻഷ്യൽ പ്രശ്നമാണ്. അത് സ്റ്റാൻഡ് കൊടുത്തിറങ്ങിയപ്പോൾ ചെറുക്കിലൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് ജീപ്പിന് മുക്കാലി വരെ കൊണ്ടുവരണം. അത് കഴിഞ്ഞിട്ട് അവിടെ ബസ് കയറ്റി കൊണ്ടുവരണം. ഇപ്പോൾ കുട്ടി ഇപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കണമെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടാവും. അതൊക്കെ ചെയ്ത് തുടങ്ങി ഒരു 100-300 രൂപയുടെ ചിലവുണ്ട്. ആ ഒരു പൈസയുടെ കുറവുകൊണ്ടാണ് ഇവിടുന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ കൊണ്ടുവന്ന് വിടാനായിട്ടാണ്. ഊരില് പഠിച്ചു പോയിട്ടുള്ള കുട്ടികൾക്ക് ആ ഊരിന്റെ അന്തരീക്ഷത്തിൽ നിന്ന് മാറി അതായത് മറ്റുള്ള ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്ത് അവരുടെ കൾച്ചർ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒരു ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ മക്കളെ അതേ രീതിയിൽ ഉയർന്ന വിദ്യാഭ്യാസം നൽകി വളർത്താനും ശ്രമിക്കുന്നു. അവരെ മാറി അവരുടെ ഗ്രൂപ്പിൽ നിന്ന് മാറുമ്പോൾ തന്നെ ഇങ്ങനെ മദ്യം മയക്കുമരുന്ന് അങ്ങനെയുള്ള അന്തരീക്ഷമൊക്കെ കിട്ടില്ല. അങ്ങനെ നല്ല രീതിയിൽ ജീവിക്കുന്ന ജനങ്ങളുടെ ഇടയിൽ താമസിക്കാനായിട്ട് താല്പര്യം കാണിക്കുന്നത് ധാരാളം ഉണ്ട്. സെന്ററിലേക്ക് വരാൻ ഷൈയാണ്. അതേസമയം നമ്മൾ ഗ്രൂപ്പിന്റെ ലീഡറാക്കി ഗ്രൂപ്പ് ആക്ടിവിറ്റി, അപ്പോൾ ഒരു 10 അല്ലെങ്കിൽ 8 കുട്ടികളുള്ള ഒരു ഗ്രൂപ്പില് അങ്ങനെയൊക്കെ അവർക്ക് ഇഷ്ടം. ഓൾ ക്ലാസിന്റെ ഒരു ലീഡറാക്കി നിർത്താനായിട്ട് അവർക്ക് അത്ര ഒരു മിടുക്കുള്ളവരുണ്ട് താനും. ഇപ്പൊ 4 കൊല്ലൊക്കെ ഇവിടെ നിന്ന് കഴിയുമ്പോഴേക്കും 4ാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ ഞാൻ ലീഡർ ആവാം സ്വയം പറഞ്ഞു വരുന്നവരുണ്ട്. ഭക്ഷണം ഇവിടുത്തെ ഭക്ഷണങ്ങളൊക്കെ എങ്ങനെയാ? ഏതാ ഇവിടെ ഉച്ചക്ക് ചോറാണ്, ചോറ് പിന്നെ പയറുകറി. ഇവർക്ക് താല്പര്യമാണല്ലോ. അതൊക്കെ ഇഷ്ടം ആണല്ലേ? പിന്നെ അതുപോലെ ആഴ്ചയിൽ 2 ദിവസം പാലുണ്ട്, ഒരു ദിവസം മുട്ടയുണ്ട്. ഗവൺമെന്റിന്റെ എയ്ഡ്സ് ആണ്. നല്ല ഫുഡല്ലേ ഇപ്പോൾ. അതെ, ഏത് സബ്ജക്റ്റിനോടായിരിക്കും ഇവർക്ക് കൂടുതൽ താല്പര്യം തോന്നുന്നത്? കണക്കിനോടാണ് താല്പര്യം അല്ലേ? പിന്നെ നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ എങ്ങനെ ഇവരിൽ ഗുണകരമാകുന്നുണ്ട്? അവിടെ സാമൂഹ്യ ഇതിൽ തന്നെ നല്ല മാറ്റം വന്നില്ലേ എഡ്യൂക്കേഷൻ വന്നതോടുകൂടി? എന്നുവെച്ചാൽ ഇപ്പോൾ കുട്ടികളുടെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ ശരിക്കും ആ വിഭാഗത്തിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവരുടെ വസ്ത്രധാരണം, പണ്ട് വസ്ത്രധാരണം എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ ഒരു കെട്ടും കെട്ടിയിട്ട്, പക്ഷെ ഇപ്പം നമ്മളെപ്പോലെ സാരി കൊടുക്കാനും അതുപോലെ ആൺകുട്ടികളായാലും
ഡ്രസ്സൊക്കെ പാൻറ് ഷർട്ടൊക്കെ ഉപയോഗിക്കാനൊക്കെ തുടങ്ങി. ആ പഴയ ഗോത്ര സമ്പ്രദായങ്ങളിൽ നിന്ന് മാറി ഒരു പുതിയ സംസ്കാരത്തിലേക്ക് കടക്കാനുള്ള ശ്രമമുണ്ട്. നല്ലപോലെയുണ്ട്. നല്ലപോലെയുണ്ട്. എഡ്യൂക്കേഷൻ കിട്ടിയതിൻ്റെ നല്ല വ്യത്യാസം അവരുടെ ഇതിലുണ്ട്.